Hi dears, welcome back to Silent Learning. വണക്കം മക്കളെ, ഇറ്റ്സ് മീ അമീൻ സർ. സോ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. മക്കളെ മനസ്സിലാക്കി വെക്കാം, നമ്മൾ SSLCയിൽ ക്രിസ്മസ് എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്കും ചോദിക്കുന്ന ചാപ്റ്റർ ഏതാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചാപ്റ്റർ 6 ആണ്. ഇത് എന്തൊക്കെയാണ് വരാൻ വേണ്ടി പോകുന്നത്, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. അഥവാ സിമ്പിളായിട്ട് നിങ്ങളെ ബുക്ക് പഠിക്കുകയാണെങ്കിൽ 10-11 പേജ് പഠിക്കുന്ന സാധനം ഒരൊറ്റ പേജിലേക്ക് എന്ത് ചെയ്യാണ്, 2 പേജിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ് ചുരുക്കി തരികയാണ്. എന്താ നമുക്ക് നോക്കാം. സോ എന്റെ മക്കൾ ശ്രദ്ധിച്ചോ, നമ്മൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ 4 കാര്യങ്ങൾ നന്നായിട്ട് എന്റെ മക്കൾ നോക്കണം. അതിൽ ആദ്യത്താണ് ഏർലി സ്ട്രഗിൾസ് ഓഫ് ഗാന്ധിജി, അഥവാ ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ 3 ഉണ്ട്. അത് കൃത്യമായിട്ട് എന്റെ മക്കൾ പഠിച്ചു വെക്കണം. ആ 3 സമരങ്ങൾ നമുക്കറിയാം. ഒന്ന് ചമ്പാരനുണ്ട്, കോട്ടൺ മില്ലുണ്ട്, സ്ട്രഗിൾ പഞ്ചാബ് ഉണ്ട്. ഇത് എങ്ങനെ പഠിക്കണം കൃത്യമായിട്ട് ഞാൻ ലൈവ് ചെയ്തിട്ടുണ്ട്. മക്കളെ പോയി കാണാൻ 7+ hours ഉണ്ടാവും. കൃത്യമായിട്ട് അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ട് മക്കളെ. ഈ വീഡിയോ കോണ്ടന്റ് കണ്ടിന്യൂഷൻ മക്കൾക്ക് എന്ത് ചെയ്യാം, ആ വീഡിയോ കാണാൻ പറ്റും കേട്ടോ. സോ അതിൽ കൃത്യമായിട്ട് ഇത് എങ്ങനെ എഴുതണം പറഞ്ഞിട്ടുണ്ട്, അത് പറഞ്ഞു. പിന്നെ റൗലറ്റ് ആക്ട് 1990 വന്ന റൗലറ്റ് ആക്ട് എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു. പിന്നെ ദേശീയ മൂവ്മെന്റുകളുണ്ട്. മക്കളെ ഉറപ്പിച്ചോ, ഈ ക്രിസ്മസ് എക്സാമിനും പബ്ലിക് എക്സാമിനും മക്കൾക്ക് നാഷണൽ മൂവ്മെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ഉണ്ടായിരിക്കും. ആ നാഷണൽ മൂവ്മെന്റ് 3 ഉണ്ട് എന്റെ മക്കൾക്ക് അറിയാം. ഒന്ന് നോൺ കോപ്പറേഷൻ ഉണ്ട്, സിവിൽ ഡിസബിലിറ്റി, കിറ്റ് ഉണ്ട്. ഉറപ്പിച്ചോ, നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് നോൺ കോപ്പറേഷൻ ആണെങ്കിൽ പബ്ലിക് എക്സാമിന് സിവിൽ ഡിസബിലിറ്റി നയിക്കും. അപ്പൊ നന്നായിട്ട് മക്കൾ പഠിച്ചുകൊണ്ട് രണ്ടും അത് എങ്ങനെയാണെന്നുള്ളതും ആ വീഡിയോയിൽ തന്നെ മക്കൾ കണ്ടാൽ മതി. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, അതിനുശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലാത്ത കുറച്ച് വേറിട്ട വഴികൾ ആൾട്ടർനേറ്റീവ് പാർട്സ് ഉണ്ട്. അത് കൃത്യമായിട്ട് എൻ്റെ മക്കൾ പഠിച്ചിരിക്കണം. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അഥവാ നമ്മൾ പഠിക്കുന്ന പാത്ത് വേ ഓഫ് ആർമഡ് സ്ട്രഗിൾ, സായുധ വഴിയിലെ പോരാട്ടം. ഒരുപാട് എണ്ണം ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഓരോ സ്ലൈഡുകൾ കൃത്യമായിട്ട് ഇങ്ങനെ പഠിച്ച് തന്നിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യാറിയോ, ഈ സ്ലൈഡുകൾ മൊത്തം, ഇതിൽ തന്നിരിക്കുന്ന സ്ലൈഡുകൾ മൊത്തം ഞാൻ 2 പേജിലേക്ക് ചുരുക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ മക്കൾ റെഡിയാണോ? ഇത് മൊത്തം ചുരുക്കി എന്നാലോ, നോക്കിക്കോളി. ഇതിൽ എല്ലാം എൻ്റെ മക്കളതാ ഈ 2 പേജുകൾ പഠിച്ചാൽ മതി. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നോക്കിക്കോളി. വേറിട്ട വഴികൾ ഒന്നാമത്തെ പാർട്ടിയുടെ പേരാണ് HRA. അതിന്റെ ഫുള്ളാണ് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ചോദിക്കാണെങ്കിൽ 3 മാർക്ക് ചോദിക്കും. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഏത് വർഷമാണ്? 1924. ഈ പാർട്ടി ഉണ്ടാക്കി ആരാ നേതാവ്? റാം പ്രസാദ് ബിസ്മിൽ. ബുക്കിലില്ല, ഞാൻ പറഞ്ഞു. എന്താണ് ഈ പാർട്ടി ചെയ്തത്? ഇവർ റോബറി നടത്തി, കളവ് നടത്തി. എവിടെ? ഫണ്ട് ഓഫ് റെയിൽവേയിലെ കക്കോരി എന്ന റെയിൽവേ സ്റ്റേഷനിൽ എന്ത് ചെയ്തു? കളവ് നടത്തിയതാണ് ഈ പാർട്ടി നടത്തിയത്. പാർട്ടിക്കാരൻ ഇത് പിടിച്ചു. അതാണ് 1924 ആദ്യത്തെ പാർട്ടി. പിന്നീട് ഈ പാർട്ടി ഏറ്റെടുത്തു. 1928 പാർട്ടിന്റെ പേര് പിന്നീട് മാറി ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആണെങ്കിൽ ഇവിടെ എത്തിയപ്പോൾ എന്തായി? ഹിന്ദുസ്ഥാൻ സോഷ്യൽ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആയി മാറി, HSRA. ഇവിടുത്തെ നേതാവിന്റെ പേര് ഭഗത് സിംഗ്. ഈ പാർട്ടി നന്നായിട്ട് പഠിച്ചോളി. HSR എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിയുടെ ഡേറ്റും കാര്യങ്ങളും പഠിച്ചോളൂ. എന്താ ചെയ്തോ നോക്കിയോളി. 2 മേജർ ഇഷ്യൂസ് ആണ്, 2 മേജർ കാര്യങ്ങളാണ് ഇവർ പ്രധാനമായിട്ട് ചെയ്തത്. ഒന്ന്, സാനിറ്റൈസർ, അഥവാ ലാലാ ലജ്പത് റായിന്റെ സൈമൺ കമ്മീഷനിൽ ലാത്തി ചാർജിൽ പരിക്കേൽപ്പിച്ച സാനിറ്റൈസർ എന്ന് പറഞ്ഞിട്ടുള്ള ആളെന്നത് ഷോട്ട് ഡെഡ് വെടിവെച്ച് കൊന്നു. മാത്രമല്ല ഇവരൊരു സ്ഥലം ബോംബിട്ട് തകർത്തു. ചെറിയ സ്ഥലമാണ്, ത്രോൺ ഓഫ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി, അഥവാ അന്നത്തെ ബ്രിട്ടീഷുകാർ എല്ലാ നേതാക്കന്മാരിരിക്കുന്ന കേന്ദ്ര നിയമനിർമ്മാണ സഭ എന്ത് ചെയ്തു? ഇവർ ബോംബിട്ട് തകർത്തു. ഇതാണ് ഈ പാർട്ടി ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ. മാത്രമല്ല അവസാനം എന്ത് ചെയ്തു? ഇവർ ഹാങ് ഡെത്ത് നടത്തി. മാർച്ച് 23, 1931 എന്ത് ചെയ്തു? ഹാങ് നടത്തിയിട്ടുണ്ട്. അതും ഒരു പാർട്ടിയാണ്. അപ്പൊ HRA പാർട്ടിയുടെ നേതാവ്, HSRA പാർട്ടിയുടെ നേതാക്കന്മാർ കൃത്യമായിട്ട് മക്കൾ പഠിച്ചു വെക്കാം. പിന്നെ അടുത്തതാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി, IRA എന്ന് പറയും. ആ പാർട്ടിയുടെ നേതാവിന്റെ പേരാണ് സൂര്യസെൻ. 1930 പാർട്ടി ഉണ്ടാക്കിയത്. മക്കളുടെ ബുക്കിൽ സൂര്യസെൻ എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ പാർട്ടിന്റെ പേരും ഡേറ്റ് ഞാൻ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഇവർ ചെയ്തത് എന്താണ്? ലൂട്ടിംഗ് നടത്തിയതാണ്. ലൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ കളവ് നടത്തിയതാണ്. ലൂട്ടിംഗ് ഏത് സ്ഥലമാണ് മക്കളെ ലൂട്ട് ചെയ്തത് നമുക്ക് പറയാൻ പറ്റുമോ? ലൂട്ടിംഗ് ഏത് സ്ഥലം പറയാൻ പറ്റുമോ? ലൂട്ടിംഗ് ചിറ്റഗോങ് ആർമറി. ചിറ്റഗോങ് ആർമറി പറഞ്ഞാൽ അന്ന് ഈ ആയുധപ്പുരയാണ് ആർമറി എന്ന് പറയാം. അതെന്ത് ചെയ്തു? ഇവര് സൂര്യസേന നേതൃത്വത്തിൽ റിപ്പബ്ലിക്കൻ ആർമി എന്ത് ചെയ്തു? ലൂട്ട് ചെയ്തു. അത് വലിയൊരു ഷോക്കായിരുന്നു അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ആക്കിയത്. അപ്പം ഈ പാർട്ടി ഒന്നും എന്ത് ചെയ്തിട്ടുണ്ട്? പരിപാടി ചെയ്തിട്ടുണ്ട്. അടുത്തതാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. ഈസ് ഇമ്പോർട്ടൻറ്റ്. ഒന്നെങ്കിൽ HSRA ചോദിക്കും, അല്ലെങ്കിൽ നമുക്ക് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ചോദിക്കും, ചോദ്യം വരികയാണെങ്കിൽ. അവരുടെ നേതാവാണ് JP നാരായണൻ, അഥവാ ജയപ്രകാശ് നാരായണൻ. ഈ പാർട്ടി ചെയ്തെന്താണ്? കൗണ്ടറിങ്, എതിർത്തു. ആരൊക്കെ? ക്യാപിറ്റലിസം, മുതലാളിമാരെയും ലാൻഡ് ലോഡിസം, അതായത് ജന്മിമാരെയും കൃത്യമായിട്ട് എതിർത്തു. ഇവർ ആർക്ക് വേണ്ടിയിട്ട് ഓർഗനൈസ് ചെയ്തത്? വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾക്കും ഫാർമേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? അന്നത്തെ കർഷകർക്ക് വേണ്ടിയിട്ടാണ് ഈ പാർട്ടി ഉണ്ടായതെന്ന് മനസ്സിലാക്കി വെക്കാം. സോ
ഇത് പഠിച്ചു വെച്ചാൽ തന്നെ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലെ പ്രധാനപ്പെട്ട പാർട്ടികളെ കുറിച്ച് പറഞ്ഞു വെക്കാൻ പറ്റും. ഇനി നമുക്ക് 2 മുന്നേറ്റങ്ങളും നോക്കണം. ഒന്ന് കർഷക മുന്നേറ്റം ആ കാലത്തുണ്ടായിനി. കർഷക മുന്നേറ്റം ഉണ്ടാവാനുള്ള കാരണം, വാട്ട് ആർ ദ റീസൺസ് ഓഫ് പെസൻസ് മൂവ്മെന്റ് എന്താണ് കൃത്യമായിട്ട് പഠിച്ചേക്കണം. ഇതാണ് ആ പെസൻസ് മൂവ്മെന്റ് പ്രധാനപ്പെട്ട റീസൺസ്. എൻ്റെ മക്കൾക്ക് ചിലപ്പോൾ എക്സാമിന് ഇത് ചോദിക്കും. എന്തൊക്കെയാണ്? എക്സസീവ് ടാക്സേഷൻ ഉണ്ട്, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ബൈ ലാൻഡ് ലോഡ്സ് ഉണ്ട്, എവിക്ഷൻ. ഈ കാരണം കൊണ്ടാണ് എന്ത് ചെയ്തത്, കർഷക മുന്നേറ്റങ്ങൾക്കായിട്ട് പുതിയ പാർട്ടീസ് എന്ത് ചെയ്തത് ഉണ്ടായത്. ആ പാർട്ടികളാണ് 2 എണ്ണം. അത് കൃത്യമായിട്ട് എൻ്റെ മക്കൾ ഓർമ്മയിൽ ഉണ്ടാവണം. ഒന്ന് 1920 ഉണ്ടായ പാർട്ടിയാണ് കിസാൻ സഭ എന്ന് പറയും. മാത്രമല്ല അടുത്ത പാർട്ടിയാണ് ഓൾ ഇന്ത്യ കിസാൻ സഭ ഇൻ 1936, 1936 ഉണ്ടായ പാർട്ടി. ഈ 2 പാർട്ടി കൃത്യമായിട്ട് മനസ്സിലാക്കിയേക്കുക. എന്നിട്ട് അതിന് നേതൃത്വത്തിലുണ്ടായ 2 സമരങ്ങളും ഒന്ന് പഠിച്ചേക്കുക. ഒന്ന് തെബുഗ മൂവ്മെന്റ് ബംഗാൾ ആൻഡ് തെലുങ്കാന മൂവ്മെന്റും ജസ്റ്റ് അറിഞ്ഞു വെക്കാം. അപ്പോൾ കർഷക മുന്നേറ്റം ചോദിക്കുകയാണെങ്കിൽ കർഷക മുന്നേറ്റം അന്നത്തെ പ്രധാനപ്പെട്ട മുന്നേറ്റങ്ങൾക്ക് കാരണം ഉണ്ടായത് ഇതാണ്. ഈ കാരണങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ് 2 പാർട്ടി ഉണ്ടായത്. 20 കിസാൻ സഭയും 36 ഓൾ ഇന്ത്യ കിസാൻ സഭയും. അവരുടെ നേതൃത്വത്തിൽ നടന്ന 2 മൂവ്മെന്റ്സും പഠിച്ചു വെക്കാം. ഇത് മാത്രമല്ല, ഈ സംഘടിതരായ തൊഴിലാളികൾക്ക് അന്നത്തെ കാലത്ത് പ്രശ്നമുണ്ട്. ആ പ്രശ്നങ്ങൾ എൻ്റെ മക്കൾ കൃത്യമായിട്ട് പഠിച്ചേക്കുക. ഇതാണ് അന്നത്തെ കർഷകർക്ക് കൃത്യമായിട്ട് വേജ് കൊടുക്കാനോ, ലോ വേജും എക്സസീവ് വർക്കിംഗ് അവേഴ്സും എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ലേബേഴ്സ്, സ്ത്രീ ബാല തൊഴിലാളികൾക്കൊക്കെ നേരിട്ട ചൂഷണങ്ങളൊക്കെ അന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മനസ്സിലാക്കിയേക്കുക. അതിനെതിരെ ഉണ്ടായ പാർട്ടിയാണ് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എന്ന് മനസ്സിലാക്കിയേക്കുക. അതിന് നേതാവിൻ്റെ പേര് നിങ്ങളുടെ ബുക്കിലില്ല, പക്ഷേ നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. NM ജോഷിയാണ് ഒരു നേതാവിൻ്റെ പേരിന് എന്ത് ചെയ്യണം മക്കൾ മനസ്സിലാക്കി വെക്കുക. ഇവരെന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് വേൾഡ് വാറിന് മുന്നേ എന്തിന് റെയിൽവേ ടെലിഗ്രാഫ് വർക്കേഴ്സൊക്കെ വർക്ക് ഇതാക്കിയിട്ടുണ്ടായി. മാത്രമല്ല റോയൽ ഇന്ത്യൻ നേവി, ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. എൻ്റെ മനസ്സ് വെറുതെ പറയുന്നു. ചിലപ്പം നിങ്ങൾ SCRT ക്വസ്റ്റ്യൻ ആണ്. ഈ റോയൽ ഇന്ത്യൻ നേവി ഏതുമായിട്ട് ബന്ധമാണ്? വർക്കേഴ്സ് മൂവ്മെൻ്റ് ആയിട്ട് ബന്ധപ്പെട്ടാണ്. 1946 എന്ത് ചെയ്തറിയോ, പിന്തുണയുമായിട്ട് വന്ന ബോംബെയിൽ എന്ത് ചെയ്തു, പണിമുടക്ക് സംഘർഷത്തിലാണ് എന്ത് ചെയ്ത് അവസാനിപ്പിച്ചത്. അതൊക്കെ എന്ത് നേരത്തെ നടന്നാണ്? വേറിട്ട പാതകൾ വന്ന പാർട്ടീസ് മനസ്സിലാക്കുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അല്ലാത്ത സെറ്റാണല്ലോ. സോ മക്കളെ, ഈ ചാപ്റ്ററിൽ വരാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചർച്ച ചെയ്തു. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മക്കൾ എന്തായാലും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ഇനി ഇതേപോലെ ഏതാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് ഷോർട്ടാക്കി തരേണ്ട പറഞ്ഞു, ഞാൻ ഷോർട്ടാക്കി തരാം. ഇനി ഇതേപോലെ നോൺ കോപ്പറേഷനും സിവിൽ ഡിസബിലിറ്റിയും ഞാൻ ഷോർട്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ ചൊവ്വാഴ്ച നമ്മൾ പബ്ലിക് ലൈവ് ഉണ്ട്. എല്ലാ മക്കളും നമുക്ക് അവിടെ പൊളിച്ചെടുക്കാം. സോ താങ്ക് യു സോ മച്ച്. മക്കളെ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക. ടാറ്റ ബൈ, സി യു. നന്നായിട്ട് തന്നെ മക്കൾ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. വിജയിക്കും, നമ്മൾ സെറ്റാക്കും.